നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പതിവ് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, ഭക്തിയുടെ കാലം അവസാനിച്ചു. ഭക്തിയുടെ കാലം അവസാനിച്ചു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, ഭക്തി ആവശ്യത്തിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു. ആരാണ്? UDF. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, UDFന് അങ്ങനെ ഒരു ആവശ്യമുണ്ടായി. കാരണം പിണറായി വിജയൻ എടുത്ത ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് ഒപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി പെട്ടെന്നൊരു കേസുണ്ടാകുന്നു. ആ കേസിൻ്റെ വാല് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വാസ സംരക്ഷകരാണ് എന്ന തരത്തിലൊരു വലിയ പ്രചരണം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളെ എല്ലാവരും അടങ്കലെടുത്തിരിക്കുകയാണ്, ഞങ്ങളിവിടെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ അവർ അയ്യപ്പൻ്റെ ശരണമന്ത്രം എടുത്ത് പാരടിപ്പാട്ട് കൊണ്ട് അങ്ങ് ഡൽഹി വരെ പോയി അങ്ങ് പരിലസിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഇങ്ങോട്ടൊന്ന് പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം വിജയം നേടി, വലിയ വിജയം, തൂത്തുവാരി വിജയിച്ചു എന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 58 നിയോജക മണ്ഡലങ്ങളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ LDF വിജയിച്ചപ്പോൾ 70 മുതൽ 80 വരെയുള്ള സീറ്റുകളിൽ മാത്രമാണ് ശരിക്കും അത് വൻ വിജയമെന്ന് പറയാൻ പറ്റില്ല. നിയോജക മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് സമയത്തും മാറി മറിയാൻ കഴിയുന്ന ഒരു ശക്തമായ ഒരു മത്സരം നടക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ചാൽ LDFന് തന്നെയായിരിക്കും മുൻതൂക്കം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, 7-7 എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്ത് പിടിച്ചു നിൽക്കുന്നു. തുല്യ സൂക്ഷം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി അങ്ങോട്ട് ചിന്തിച്ചപ്പോൾ ഈ ഭക്തി ഇനി അധിക കാലഘട്ടം അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണമെന്നും പറഞ്ഞുകൊണ്ട് ഇനി ഒരു 3-4 മാസം പിടിച്ചു നിൽക്കുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി കടന്ന കൈയായി പോകും. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ചില ആൾക്കാരെ ചുരണ്ടി പിടിക്കുക എന്ന് പറയും, അതായത് ചാക്കിട്ട് പിടിക്കുക എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു നെട്ടോട്ടമാണ്. അതിൽ ചില കക്ഷികളുണ്ട്. ഒന്ന് PV അൻവർ, 2 CPI ബിനോയ് വിശ്വം, 3 നമ്മുടെ ജോസ് കെ മാണി. ഇവരെ 3 പേരെയും കൂടെയാണ് സത്യത്തിൽ ഇപ്പോൾ UDF ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അതായത് VD സതീശൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പറയാം. അതുകൊണ്ട് തന്നെ VD സതീശൻ പറയുന്നൊരു കാര്യം, എന്തോ ഒരു വലിയ സസ്പെൻസ് പൊളിറ്റിക്കലി നടക്കാൻ പോകുന്നു, ഒരു വലിയ സസ്പെൻസ് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആര് മുന്നണിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ പറയില്ല, പക്ഷേ വന്നിരിക്കും. മുന്നണി വിപുലീകരണം സാധ്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മുന്നണി വിപുലീകരണത്തിന് എന്തുകൊണ്ട് UDF മുന്നണി വിപുലീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഘടകം. അതായത് LDF ഇങ്ങനെ തോറ്റു നിൽക്കുന്ന വേളയിൽ പോലും LDF ഒരിക്കൽ പോലും മുന്നണി വിപുലീകരണ സാധ്യതകളെക്കുറിച്ച് ഒരിടത്തും ചർച്ച ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് UDFലെ നേതാക്കന്മാർ മാത്രം ഇങ്ങനെ UDF വിപുലീകരിക്കണം എന്ന് പറയുന്നത്? ഉത്തരം വളരെ വളരെ ലളിതമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലുള്ള മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇനിയും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് ഇങ്ങനെ വിജയിച്ചിട്ടും എന്തില്ല? കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം അവർക്കില്ല. ഇനി എന്തുകൊണ്ടാണ് PV അൻവറിനെ ഇനിയും ക്ഷണിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ തന്നെയും PV അൻവറിനോട് ഇതിനു മുൻപ് നിലപാട് VD സതീശൻ വ്യക്തമാക്കി. അറബിക്കടൽ ഇരമ്പി വന്നാലും മാറാത്ത ഒരു നിലപാടാണ് VD സതീശൻ്റേത്. PV അൻവറിനോട് കഥ കടച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ VD സതീശന് അൻവറെ വരൂ എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ PV അൻവർ തന്നെത്താനെ വലിഞ്ഞു കയറി വന്നാൽ കഥക് തുറന്നു കൊടുക്കും എന്നർത്ഥം. അതായത് പിൻവാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും അതുകൊണ്ട് PV അൻവർ ഇവിടേക്ക് വരും. കാരണം PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയത് 1-2 വോട്ടുകളായിരുന്നില്ല, പകരം 25,000-ഓളം വോട്ടുകളായിരുന്നു എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ്. അതുകൊണ്ട് PV അൻവർ ഏത് സമയവും UDF എന്ന് പറയുന്ന മുന്നണിയുടെ പിന്നാമ്പറത്തോടെ അതിനുള്ളിൽ വലിഞ്ഞു കയറിയിരിക്കും തീർച്ച. ഇനി മറ്റൊന്ന് CPI ആണ്. CPIയെ സംബന്ധിച്ചിടത്തോളം CPI മുന്നണി വിടുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. ഇവിടെ കരുതിയിരിക്കുന്നത്, അതായത് ഇനി UDFൻ്റെ ചിന്തകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. UDF കരുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അവിടെ അതായത് LDFനുള്ളിൽ CPI അസ്വസ്ഥരാണ്. എന്തുകൊണ്ടെന്നാൽ
പല കാര്യങ്ങളും മുന്നണി മര്യാദകളെ പോലും അതിലംഘിച്ച് നിന്നുകൊണ്ട് CPM ചെയ്തു കൂട്ടുന്നു. ഒരു വല്യേട്ടൻ നയം CPIയോട് CPM കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി UDF കണ്ടെത്തിയിരിക്കുന്ന ഒരു ന്യായം. അതുകൊണ്ട് CPM അസ്വസ്ഥരാണ്. PM ശ്രീ പദ്ധതിയിൽ, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശബരിമലയുടെ പക്ഷത്ത് നിൽക്കുന്നു തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഒരു മുന്നണി സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് CPIയുടെയും CPMൻ്റെയും ശബ്ദം രണ്ട് വഴിക്ക് നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും CPI LDFിനുള്ളിൽ നിലനിന്ന് പോരില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം UDFിനുണ്ട്. ആ ധാരണ ഒരുപക്ഷെ തെറ്റായിരിക്കാം. കാരണം പ്രത്യയശാസ്ത്രപരമായി CPIക്ക് ഒരിക്കലും UDFിൻ്റെ കൂടെ അതല്ലെങ്കിൽ കോൺഗ്രസിൻ നയിക്കുന്ന UDFിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തന്നെയുമല്ല, ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചാൽ, CPI എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി എപ്പോഴും അവരുടെ നേതാക്കന്മാർ വിജയിച്ചിട്ടുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ബലം കൊണ്ടാണ്. ആ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന അനുഭാവികളുടെയും പ്രവർത്തകരുടെയും വോട്ടുകൾ കൊണ്ടും അവരുടെ പ്രവർത്തന രീതി കൊണ്ടുമാണ് പലപ്പോഴും CPI നേതാക്കന്മാർക്ക് വിജയമുണ്ടാകുന്നത്. അല്ലാതെ ഒരു പ്രദേശത്ത് വന്ന് CPIക്കാർ എല്ലാവരും കൂടി വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയല്ല ചെയ്യുന്നത് എന്നുള്ളത് വാസ്തവം. ഇനി CPIക്കാർ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം PV അൻവർ വലിഞ്ഞു കയറി വരാൻ സാധ്യതയുള്ള ആ മുന്നണിയിൽ CPIക്ക് ഏത് രീതിയിൽ നിലനിന്ന് പോരാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല, മതരാഷ്ട്രവാദികളെന്ന് CPI ഒളിഞ്ഞും തെളിഞ്ഞും വിളിച്ചുകൊണ്ടിരിക്കുന്ന SDPIയുടെയും അതോടെ വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പിന്തുണ നേടിക്കൊണ്ട് CPI നേതാക്കന്മാർ വിജയിക്കുന്നതിൽ ഒരു ഉളുപ്പുണ്ടാകണം എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാളാണ് ബിനോയ് വിശ്വം. അതുകൊണ്ട് ബിനോയ് വിശ്വം അത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാട് എടുക്കുമോ എന്നുള്ള കാര്യവും നമ്മൾ സംശയത്തിൻ്റെ മുനയിൽ തന്നെ നിർത്തേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി പല ഘട്ടങ്ങളിലായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും വളരെ കൃത്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതുപോലെ ജോസ് കെ മാണി ഇപ്പം UDFിലേക്ക് വരും, ഞങ്ങൾ UDFിലേക്ക് സ്വാഗതം ചെയ്യാനിരിക്കുകയാണ്, UDFിൽ വലിച്ചു കയറ്റും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ UDFിൻ്റെ ചെയർമാനായിരിക്കുന്ന VD സതീശൻ തന്നെ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ജോസ് കെ മാണി തൻ്റെ നിലപാട് അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു. ഇനി ഒരു വട്ടം കൂടി ഞങ്ങൾ UDFിലേക്കില്ല, ഞങ്ങളെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് തന്നെ അതേ നിലപാടിൽ ജോസ് കെ മാണിക്ക് മാറ്റമില്ല എന്ന് തന്നെ ജോസ് കെ മാണി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തുകൊണ്ട് ജോസ് കെ മാണി എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ജോസ് കെ മാണിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്? തീർച്ചയായും മധ്യ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായത്. കാരണം ജോസ് കെ മാണിയുടെ സ്വന്തം മണ്ഡലമായ പാലാ നിയോജക മണ്ഡലത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2198 ഭൂരിപക്ഷം ആ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ മാത്രം LDFിന് നേടാൻ കഴിഞ്ഞു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇത് തീർച്ചയായിട്ടും ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തന ഫലമായി തന്നെയാണ് എന്ന് നമുക്ക് സ്വാഭാവികമായും വിലയിരുത്താം. ഇതേ വിലയിരുത്തൽ തന്നെയാണ് ശരിക്കും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട സാധ്യതകളുണ്ട്. എന്നാൽ മറുവശത്തേക്ക് നമ്മൾ നോക്കാം, അവിടെ ആരായിരുന്നു ഇതുവരെ UDFിൻ്റെ പ്രബല കക്ഷിയായി നിന്നിരുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. അത് PJ ജോസഫിൻ്റെ ജോസഫ് ഗ്രൂപ്പ് തന്നെയായിരുന്നു. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന് എന്താണ് സംഭവിച്ചത്? ജോസഫ് ഗ്രൂപ്പ് അല്ലെങ്കിൽ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇനി ഒരു അംഗത്തിന് ബാല്യമോ യൗവനമോ കൗമാരമോ വാർദ്ധക്യമോ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ജോസഫ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തിനേറെ പറയുന്നു, സ്വന്തം തൊടുപുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ പോലും, തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ പോലും 38 സീറ്റുകൾ ഉണ്ടായിരുന്നിട്ട് പോലും വെറും 2 മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതിനു മുമ്പ് ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അധികം ഒരു തവണ പോലും വലിയ പ്രാതിനിധ്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ജോസഫ് ഗ്രൂപ്പിന് അവിടെ ഒരു ചെയർമാനെയോ ചെയർപേഴ്സണെയോ അവിടെ അവരോധിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ഭൂരിപക്ഷം കിട്ടുന്ന ഒരു പാർട്ടിയായി മാറാൻ ഒരു കാലഘട്ടത്തിലും 80കൾക്ക് ശേഷം ഒരു സമയത്തും PJ ജോസഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുത അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അന്ന് നടക്കാത്ത കാര്യം ഈ വൈകിയ വേളയിൽ PJ ജോസഫിനെ കൊണ്ട് നടപ്പിലാക്കി കാണിക്കാൻ കഴിയുമോ എന്നും UDF ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ UDFിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ PJ ജോസഫിനെ വെച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്ര
ആവശ്യമായ ഒരു കാര്യമാണ് എന്ന് യു ഡി എഫിന് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും ഈ സമയത്ത് ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് പി ജെ ജോസഫിനെ ഒഴിവാക്കി കളയാനും പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ പരുന്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു കുരുവിയെ പോലെ പി ജെ ജോസഫിനെ സംരക്ഷിച്ച് പിടിക്കുകയാണ് എന്ന് തന്നെയാണ് ഈ നമ്മുടെ ജോസ് കെ മാണി അറിയിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അത് സത്യം തന്നെയാണ്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പറവ അല്ലെങ്കിൽ ഒരു പരുന്ത്, ആ പരുന്ത് ഇങ്ങനെ ഉന്നതങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറത്ത് ഇരിക്കുന്ന വെറും ഒരു കുരുവി, ആ കുരുവി അല്ല ആ ഉന്നതങ്ങളിലൂടെ പറക്കുന്ന കാരണക്കാരൻ ആ പരുന്ത് തന്നെയാണ്. ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും പി ജെ ജോസഫ് ഇപ്പോൾ ഈ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിൽ കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് ജോസ് കെ മാണി വ്യക്തമാക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ ജോസ് കെ മാണി കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ അത് വാങ്ങി കൊണ്ടുപോയി കഴിക്കുന്ന ശീലത്തിലേക്ക് കഴിഞ്ഞിരിക്കുന്നു പി ജെ ജോസഫ്. എന്ന് വെച്ചാൽ ഒരു അവകാശവാദവും ഉന്നയിക്കാൻ തക്ക ശേഷിയുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്നും പി ജെ ജോസഫിൻ്റെ ജോസഫ് ഗ്രൂപ്പ് അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയെല്ലാം മധ്യ തിരുവിതാംകൂറിൽ ശക്തി ക്ഷയിച്ച് പണ്ടാരമടങ്ങി നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജോസഫ് ഗ്രൂപ്പിനെ വീണ്ടും മുന്നണിക്കുള്ളിൽ ഒരു പ്രബല പാർട്ടിയാക്കി വളർത്തിക്കൊണ്ടുവരാനൊന്നും ഇനിയും യു ഡി എഫിന് കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ളത് ജോസ് കെ മാണി എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിലിരിക്കുന്ന മാണി ഗ്രൂപ്പിനെ എങ്ങനെയെങ്കിലും ചവിട്ടി ജോസിനെ അടക്കം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അങ്ങനെ വന്നു കഴിയുമ്പോൾ മധ്യ തിരുവിതാംകൂറിൻ്റെ കാര്യത്തിലും കോട്ടയം ജില്ല എമ്പാടും മുറുകെ പിടിക്കാൻ കഴിയുന്ന യു ഡി എഫിന് ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പറയുന്ന വി ഡി സതീശൻ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് പറയപ്പെടുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഒരു സസ്പെൻസ് അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പടലപ്പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിന് മുന്നണി യു ഡി എഫിനകത്ത് ഇനിയിപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇനി മുന്നണി വിപുലീകരണം അങ്ങനെ നടക്കണമെങ്കിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഈ യു ഡി എഫിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് പലർക്കും കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ പലരും മുന്നണി വിടാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കും. ആ സമയത്ത് അവർ ചർച്ചകൾ ഉണ്ടാകും. എല്ലാവരുടെയും പൊതു രീതി അനുസരിച്ച് അല്ലെങ്കിൽ ഒരു പൊതുസമ്മതി അനുസരിച്ച് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായി സംഭവിക്കാനുള്ളതുമാണ്. യു ഡി എഫിൽ നിൽക്കുന്ന എല്ലാവരും സംതൃപ്തരാണോ? നമുക്കറിയാം മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വളരെയധികം അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയ പ്രശ്നങ്ങൾ, ഭിന്നതകൾ, തർക്കങ്ങൾ, രൂക്ഷമായി നിൽക്കുന്ന തമ്മിത്തല്ല്, അപ്പോൾ ഇതിനെയെല്ലാം വിമർശിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഈ തരത്തിലുള്ള തർക്കങ്ങൾ ഇനിയും തുടർന്നാൽ മിക്കവാറും മുന്നണി ബന്ധം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നുകിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പാർട്ടിയായി മാറുകയോ അതല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകൾ ഈ വരുംകാല ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. മറ്റ് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSP എന്ന് പറയുന്ന പാർട്ടിയാണ്. NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും നയിക്കുന്ന RSP എന്ന് പറയുന്ന പാർട്ടിക്കും ഈ രീതിയിലൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഷിബു ബേബി ജോണിനെ നമുക്കറിയാം, ബേബി ജോണിൻ്റെ സ്വന്തം നാടാണ് ചവറ എന്ന് പറയുന്നത്. ചവറയിൽ നിന്നുകൊണ്ട് ഷിബു ബേബി ജോൺ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും അവിടെ സുജിത്ത് വിജയൻപിള്ള ആധികാരികമായ വിജയമാണ് നേടിയെടുത്തത് CPM-ൻ്റെ. അപ്പോൾ അങ്ങനെ ആധികാരികമായ വിജയം നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ LDF-ൻ്റെ ആ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. ഇവിടെ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന ചവറയുടെ സ്വന്തം തട്ടകത്തിൽ നിന്നുകൊണ്ട് പരാജയപ്പെടുകയും ചെയ്തപ്പോൾ ഇപ്പോൾ ആകെ RSP എന്ന് പറയുന്ന പാർട്ടിക്ക് ആകെ എവിടെയെങ്കിലും ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് NK പ്രേമചന്ദ്രൻ മാത്രമാണ്. ആ NK പ്രേമചന്ദ്രനാകട്ടെ ഇന്ന് MP കൂടിയാണ്, കൊല്ലത്ത് നിന്നുള്ള MP ആണ് UDF-ൻ്റെ. അപ്പോൾ UDF-ൽ ഇനി MP ആയി തുടരുന്നത് കൊണ്ട് NK പ്രേമചന്ദ്രൻ എന്തെങ്കിലും മെച്ചമുണ്ടോ, ഭാവിയിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ ഒന്നും അറിയില്ല. കാരണം ഇനിയിപ്പോൾ ഒന്നുകിൽ ശശി തരൂർ ചെയ്യുന്ന പോലെ എവിടെയെങ്കിലും മാറി നിന്നുകൊണ്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട UDF-ൽപ്പെട്ട കോൺഗ്രസിൽപ്പെട്ട നേതാക്കന്മാരെയും അവരുടെ കുടുംബത്തെയും അപഹസിച്ചുകൊണ്ട് നിന്നാൽ ഒരു പക്ഷേ ഈ പറയുന്ന നരേന്ദ്രമോദിയോ അമിത്ഷായോ വിളിച്ച് എന്തെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സംഭവിച്ചേക്കാം. അപ്പോഴും RSP എന്നുള്ള ലേബലിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് മാറി ഒരു മുന്നണി മാറ്റത്തിന് വേണ്ടി ശ്രമിക്കാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ
ഒരു സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം അങ്ങനെയല്ല അവർ ആഗ്രഹിക്കുന്നത്. അവിടെ ഇനിയിപ്പോൾ ഒരു മന്ത്രിയാകുക, കേന്ദ്രമന്ത്രിയാകുക എന്നൊക്കെ പറഞ്ഞ ദുഷ്കരമായ കാര്യമായതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് പിടിമുറുക്കുന്നതിൻ്റെ ഭാഗമായി കൊല്ലത്ത് അവർക്ക് പ്രധാനമായും ഒരു സീറ്റ് വേണം, RSPക്ക് വേണം, അത് NK പ്രേമേന്ദ്രൻ തന്നെ മത്സരിക്കണം എന്നുള്ള നിലയിലേക്ക് RSPയും ഇപ്പോൾ ചുവട് പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചുവട് പിടിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ തീർച്ചയായും NK പ്രേമേന്ദ്രൻ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കും. കൊല്ലത്ത് വിജയപ്രതീക്ഷയുള്ള കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ പലതും RSP ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ തീർച്ചയായും അവിടെയും പ്രതിസന്ധി ഉണ്ടാകാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവിടെയും ഒരു മുന്നണി മാറ്റത്തിന് വഴി ഒരുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം ഇങ്ങനെയുള്ള തിരിച്ചടികൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മുന്നണി തന്നെയാണ് UDF എന്ന് നമുക്ക് എങ്ങും തൊടാതെ പറയാൻ കഴിയും. കാരണം ഈ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഇനി RSPയുടെ ഭാഗത്തു നിന്ന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള ഒരു ഘടകകക്ഷിയായ നമ്മുടെ PJ ജോസഫാണ് ഈ ചത്ത കുതിരയുമാണ്. അപ്പം ഇങ്ങനെ ഇത്രയും ഒരു രാഷ്ട്രീയമായി ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ UDF കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കുറേയധികം ആൾക്കാരെ അവിടുന്ന് ഇവിടുന്നൊക്കെ, അതായത് ജോസ് കെ മാണിയെയും അതോടൊപ്പം ഈ പറയുന്ന നമ്മുടെ CPIയെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ചാക്കിട്ട് ഇതിനകത്തേക്ക് നിർത്തിക്കൊണ്ട് പോരുക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. ഈ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടാലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ UDF അത്ര ആത്മവിശ്വാസത്തിലല്ല. 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് കേരളത്തിൽ ഭരിക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ നിലവിൽ UDFന് അത്രത്തോളമുള്ള കോൺഫിഡൻസ് ഇല്ല. കാര്യം ആ സമയം വരെ ഈ ഭക്തി വിഷയവും അതോടൊപ്പം തന്നെ ശബരിമല സംരക്ഷണവും ഒന്നും അത്ര കാലം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഇതിൻ്റെ ഇടയിൽ പുതുതായി ഒന്നും വന്ന് വീഴാനും സാധ്യതയില്ല. അതേസമയം അപ്പുറത്ത് പൊട്ടാൻ നിരവധി ബോംബുകളുമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഏത് സമയത്തും തെളിഞ്ഞു വരാം. അതോടൊപ്പം അവർ തമ്മിലുള്ള UDFനകത്തിലെ നേതാക്കന്മാർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ഏത് സമയത്തും ഇനി ഉയർന്നു വരാം. അതൊരു വലിയ തർക്കമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വയനാട് ഫണ്ട് പിരിവ് എന്ന് പറയുന്ന പുനരധിവാസം എന്ന് പറയുന്നത് ഒരു വലിയ വാളായിട്ട് UDFൻ്റെ തലയ്ക്ക് മേലെ തൂങ്ങിക്കിടക്കുന്നു. അത് ഏത് സമയത്തും പൊട്ടി വീഴാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ തുടങ്ങി UDFനെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ള നിരവധി വിഷയങ്ങൾ അപ്പുറത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരം ചർച്ചകൾക്ക് വഴി തുറന്നാൽ മിക്കവാറും UDFന് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറച്ചു പിടിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ മുന്നണി മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.